ഇന്ന് പതിവിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വ്ളോഗാട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു തേർമൽ ഫാമിലി. നമ്മുടെ വൈറ്റമിൻ ദോശ ഉണ്ടല്ലോ, ഞാൻ സാധാരണ ചിലപ്പോൾ ഉണ്ടാക്കാറുള്ള അടദോശ, അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാൻ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ടിൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ നാഴിയായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഒരു അരയ്ക്ക് മുകളിൽ മുക്കാലിന് താഴെ നിൽക്കുന്ന രീതിയിൽ പച്ചരി എടുത്തു, ഒരു പിടി കറുത്ത കടല, ഒരു പിടി നമ്മുടെ സാമ്പാർ പരിപ്പ്, തുവരപ്പരിപ്പ്, പിന്നെ 2 പിടി ചെറുപയർ. അത് സ്പ്ലിറ്റഡോ മുഴുവനായിട്ടുള്ളതോ ആകാം. എൻ്റെ ഇപ്പോൾ സ്പ്ലിറ്റഡ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇടുക, 2 പിടി. പിന്നെ 1 പിടി നമ്മുടെ മസൂർ ദാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 1 പിടി മിക്സഡ് ദാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ചെനാദാൽ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമ്മുടെ തുവരപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ ഇപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഗുണമായിട്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചേർത്താൽ മതി. പിന്നെ 1/4 നാഴി ഉഴുന്ന്, അതിലേക്ക് 1 പിടി നമ്മുടെ ഗ്രീൻ പീസും 1 പിടി വെള്ളക്കടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കഴുകി കുതിരാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ പച്ചയുലുവയോ വറുത്തുലുവയോ എന്തെങ്കിലും ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ കഴുകി നമുക്ക് അടച്ചു വെക്കാം. ഹോൾ നൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം. പിറ്റേ ദിവസം രാവിലെ അരച്ച് ഫ്രഷ് ആയിട്ട് അങ്ങ് ചുടുക, ഫെർമെൻറ്റേഷൻ ഒന്നും ചെയ്യണ്ട. അപ്പം നമ്മുടെ ഹർഷയും റയാൻകുട്ടനും ഒക്കെ നാട്ടിൽ പോയി കേട്ടോ 10 ദിവസത്തെ ലീവിന് ശേഷം. അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ വ്ളോഗാണ് ഞാൻ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ചെറിയൊരു വിഷമത്തോടു കൂടിയാണ് അവർ പോയതിൽ ഒത്തിരി സങ്കടമുണ്ട്. പിന്നെ അവർക്ക് നാട്ടിൽ പോയാലേ പറ്റത്തുള്ളൂ. ഹർഷയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, റയാന് സ്കൂളിൽ പോകണം. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രാവശ്യം അവരുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഡിന്നർ പ്രിപ്പറേഷനായിട്ട് ഞാൻ കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, ഇഞ്ചി നീളത്തിലരിഞ്ഞിട്ടു, സവാളയും നമ്മുടെ കരിവേപ്പിലയൊക്കെ ഇട്ടു, പിന്നെ പച്ചമുളക്, ഇപ്പം നീളത്തിലുള്ള പച്ചമുളക് ഇട്ടുന്ന കേട്ടോ ഇവിടെ. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തു. തക്കാളി ഞാനൊന്ന് വേവിച്ചിട്ട് ഈ രീതിയിൽ അരിഞ്ഞ് ചേർക്കുക കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. വേറൊന്നുമല്ല, നമ്മൾ മുട്ടക്കറിയാണ്. ബേസിക് മസാലാസ് ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് കുറുക്കി മുട്ട പുഴുങ്ങിയതിട്ടാം. ഇത് അവർ പോകുന്നതിന് തലേദിവസത്തെ രാത്രിയിലത്തെ ഡിന്നർ കേട്ടോ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരി ഉണ്ട്. ഇവിടുന്നാണ് ഞാൻ എന്തുണ്ടാക്കിയാലും ഒരു പങ്ക് പുള്ളിക്കാരി കഴിക്കുമായിരുന്നു. അപ്പോൾ ഡിന്നറിന് എന്തായാലും ഞാൻ പെട്ടെന്ന് ചപ്പാത്തിയും ചുട്ട് ആദ്യം ഹർഷയ്ക്കും കൊടുക്കുക. റയാന് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ പാടാണ് കഴിക്കാൻ കേട്ടോ. അവന് തോന്നുന്ന സമയത്തേ കഴിക്കത്തുള്ളൂ. ഹർഷ ഇപ്പോൾ തുണിയൊക്കെ പാക്ക് ചെയ്യാനായിട്ട് പോകണം. പെട്ടെന്ന് അവൾക്ക് ചുട്ടു കൊടുക്കുക കേട്ടോ. ചൂടോടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ബൃന്ദ സീരീസ് അല്ലേ അത്? ആ റാഞ്ചി മൂവി കണ്ടോ? ഇഷ്ടപ്പെട്ടോ? നല്ല മൂവിയാ. പിന്നെ ബാക്കി നമുക്കും കൂടെ ഉള്ളത് ചുട്ട് വെക്കുകയാണ്. അപ്പോൾ ഡിന്നറിന് നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയാണ്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ നമ്മുടെ വൈറ്റമിൻ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അടദോശയും തക്കാളി ചട്നിയും. അത് രാത്രിയിലാണ് ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ കുതിർത്തിട്ടിട്ട് അരച്ചുണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ റയാൻകുട്ടനെ ഇവിടെ നിർത്തിയിട്ട് ഹർഷ തിരിച്ച് വീട്ടിൽ പോയി. എല്ലാം അടുക്കി വെക്കണമെന്ന് പറഞ്ഞല്ലോ. അവന് പിന്നെ ഇഷ്ടമുള്ള സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ വ്ളോഗുകളിലൊക്കെ. ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ്, ചോക്കോസ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന അവന് ഇഷ്ടമാണ്. അപ്പോൾ അങ്കു എൻ്റെ പുറകെ നടന്ന് വീഡിയോ എടുത്തു തരും കേട്ടോ. ചിലപ്പോൾ അങ്കുവിന് നല്ല മൂഡ് തോന്നി ഇങ്ങനെയൊക്കെ എടുത്തു തരും. അതുകൊണ്ട് എനിക്ക് സ്റ്റാൻഡ് വെച്ച് എടുക്കേണ്ട ഒരു കാര്യം വന്നില്ല. അവൻ എടുത്തു തന്ന കുറച്ച് വിഷ്വൽസാണ്. പിന്നെ അവൻ്റെയും കുറച്ച് മുഖമൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും, കുറച്ച് വെട്ടിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും കുഴപ്പമില്ലാതെ എടുത്തു തരുന്നതിൽ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വിറ്റാമിൻ ദോശയ്ക്കുള്ള സംഭവങ്ങളെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് കഴുകി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഒറ്റ ട്രിപ്പിൽ ഇത് അരയ്ക്കരുത്. കുറച്ച് കട്ടി ആയതുകൊണ്ട് മിക്സിയുടെ ബ്ലേഡ് ഒടിഞ്ഞു. അപ്പോൾ ആവശ്യത്തിന് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും. ഇനി വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. കുറച്ച് സൂക്ഷിച്ച് വേണം ഇത് അരയ്ക്കാൻ കേട്ടോ. 2 ട്രിപ്പായിട്ടിട്ട് അരയ്ക്കണം, ഒരുമിച്ച് ഇടരുത്. അത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ട്രിപ്പ് കഴിഞ്ഞു, 2ാമത്തെ ട്രിപ്പ് ഇങ്ങനെ അരച്ചെടുക്കുക. അതിനകത്ത് ഞാൻ മുളക് പൊടിയും കായപ്പൊടിയും കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ആദ്യം കുറച്ച് അധികം ഇട്ടിരുന്നല്ലോ. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി ഇങ്ങനെ നമുക്കങ്ങ് ചൂടാം കേട്ടോ. ഫെർമെൻറ്റേഷൻ ഒന്നും വെക്കണ്ട. ഇതാണ് ഹെൽത്തി. ഹർഷ പതിവ് പോലെ രാവിലെ വന്ന് ഞങ്ങളെ ഉണർത്തി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. റയാനെ റെഡിയാക്കി വിടാം. അപ്പോൾ അവൻ കുറച്ചും കൂടെ കളിക്കട്ടെ. ആ സമയം കൊണ്ട് ഹർഷയും റെഡി ആയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തക്കാളി ചട്നിക്കുള്ള തക്കാളിയും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് പെട്ടെന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ധൃതി വേണ്ടല്ലോ.
അങ്കുവാണ് ഇതും എടുത്തു തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ മുളക് നീണ്ടയാ കിട്ടുന്നതെന്ന്. പക്ഷെ നല്ല ടേസ്റ്റുള്ള മുളക്, അത് വെറുതെ നമുക്ക് കഴിക്കാവേ. അപ്പോൾ അതേ ആവശ്യത്തിന് കരിവേപ്പിലയും തക്കാളിയും പച്ചമുളകും പിന്നെ ഉള്ളിയൊക്കെ എടുത്തൊന്ന് അരിയാൻ പോവുക. അങ്കുവാണേ നമ്മുടെ ക്യാമറാമാൻ ഇന്നും നല്ല മൂടാണെങ്കിൽ അവൻ ചെയ്തു തരുവേ. അപ്പോൾ അതേ കുറച്ച് അധികം ഉള്ളി എടുക്കുന്നുണ്ട്, കാരണം നമുക്കെല്ലാവർക്കും വേണ്ടേ. ഇതിന് പെട്ടെന്ന് അരിഞ്ഞ് വഴറ്റി തക്കാളി ചട്നി ആക്കാം. എന്നിട്ട് ദോശയും ചുട്ടാൽ അവർക്ക് പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യാമല്ലോ. അതിന് ശേഷമേ പിന്നെ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. അവർ കഴിച്ച് പോയതിന് ശേഷമേ കഴിക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് മുന്നേ അവർക്ക് ഇറങ്ങണം. അപ്പോൾ ഇത് കഴിഞ്ഞ സാറ്റർഡേ സൺഡേയിലെ കാര്യം കേട്ടോ. അപ്പോൾ ഞാനത് വിഷ്വൽസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇടാനാണ് ഒരു മൂഡ് വന്നത്. ആകെ ഒരു മൂഡ് ഔട്ടായിരുന്നു പക്ഷേ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും അത് എഡിറ്റ് ചെയ്ത് എന്തായാലും ഇടാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇത് ഇടുന്നത്. അപ്പോൾ അങ്കുതേ രാവിലെ കളിയൊക്കെ തുടങ്ങി. സൺഡേ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവധിയാണ്. അപ്പോൾ പാല് വന്നപ്പോൾ അവനതേ അത് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അവനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഹെൽപ്പും ഒക്കെ നമുക്ക് ചെയ്തു തരും കേട്ടോ. നമ്മുടെ റയാൻകുട്ടൻ അങ്ങനെ പോകാൻ റെഡി ആയിട്ട് വന്നിരിപ്പണ്ടേ. അങ്കുമായിട്ട് കളിക്കാൻ വന്നതാന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ എന്നെയും രാക്കേനെയും ചേട്ടാ ചേച്ചിന്ന് തന്നെ വിളിക്കുന്നത്. കാരണം ഹർഷയും റൂബനും ചേട്ടാ ചേച്ചിന്ന് വിളിക്കുന്ന കേട്ടിട്ട് അവനും അങ്ങനെ തന്നെ വിളിക്കുന്നത്. നമ്മുടെ തക്കാളി ചട്നിക്ക് ഉള്ളി ഇതേ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം കിട്ടുന്ന ഉള്ളി കണ്ടോ, വെള്ള ഉള്ളി. ഇതിനൊട്ടും എരിവില്ല കേട്ടോ. പിന്നെ അല്ലാതെ നോർമൽ ഉള്ളി ഉണ്ടായിരുന്നു, അപ്പോൾ അത് മിക്സായിട്ട് കിടന്ന അത് ഞാൻ എടുത്തു. പിന്നെ കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, സവാള ഒന്ന് വഴറ്റി, കരിവേപ്പില, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഒരുപാടങ്ങ് വഴറ്റിയില്ലെങ്കിലും ഒരുവിധം ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആറിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ദേ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് ലൂസാവുമല്ലോ. നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി ചട്നി. റയാൻകുട്ടന് മാഗി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവന് മാഗി ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ. എല്ലായ്പ്പോഴും കണ്ണെഴുതാതെ പൊട്ടുകൊട്ടാതെ എന്താ കൊലങ്ങൾ. അപ്പോൾ അതേ പെട്ടെന്ന് നമ്മുടെ വിറ്റാമിൻ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കാണിച്ചല്ലോ, ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഹെൽത്തി ദോശയാണ്. സിമ്പിളായിട്ട് പയറും നമ്മുടെ തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതും അരി ഉഴുന്നും ഉലുവയും കൂടി ഇട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയെല്ലാം ഞാനൊരു ഹെൽത്തി ഓപ്ഷൻസ് എന്നുള്ള രീതിയിൽ ചേർക്കുന്നതാണ്. ഞാൻ അല്ലാതെയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടും. പിന്നെ കുറച്ച് നെയ്യോ എണ്ണ എന്തെങ്കിലും ഒന്ന് തൂവിയിട്ട് ഒരു സൈഡ് വെന്തിട്ട് തിരിച്ചിട്ടെടുക്കാം. സാധാരണ ദോശയെക്കാട്ടി കുറച്ചും കൂടെ വേവ് കൂടുതലുണ്ട് ഈ ദോശയ്ക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെ അവർ ഇതേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഏത് സോളാർ പാനൽ? എവിടെ? എന്ത്? അത്. അപ്പോൾ ഞാനും രാക്കയും കൂടെ അവരുടെ ആ ബ്ലോക്കിലോട്ട് നടക്കുക. നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ബ്ലോക്കിൻ്റെ അങ്ങേ അറ്റത്തോട്ടാണ് അവരുടെ വീട്. ജസ്റ്റ് ക്രോസ് ചെയ്തിങ്ങി വന്നാൽ മതി. അങ്ങനെ അവർ ദേ പോവാണ്. ഒരുപാട് സങ്കടമുണ്ട് എനിക്കത് കാണിക്കുന്നതിലും പറയുന്നതിലും. അവർ പോയതിന് ശേഷമാണ് ശരിക്കും എനിക്ക് വിഷമം കൂടിയത് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ബ്ലോക്ക്. ഇതിന് ഓപ്പോസിറ്റ് കാണുന്ന ബ്ലോക്കിൻ്റെ അങ്ങേ അറ്റത്തോട്ടാണ് ഹർഷയുടെയും റൂബൻ്റെയും ബ്ലോക്ക്. ആ പാർക്കിങ് അവരുടെ ആ നേരെ കണ്ട വണ്ടിയൊക്കെ ഇട്ടേക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് ഇങ്ങോട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ ബ്ലോഗുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. മുകളിലോട്ട് ഗ്രൗണ്ടും നമ്മുടെ പൂന്തോട്ടവും കാര്യങ്ങളും എല്ലാം. അങ്ങനെ വീണ്ടും ദേ നമ്മൾ ശരിക്കും ഒറ്റയ്ക്കായ പോലെ വീട്ടിലെത്തി. കാരണം പുള്ളിക്കാരി വന്നപ്പോൾ രാവിലെയും വൈകുന്നേരം ഒക്കെ നടക്കാൻ പോകുമായിരുന്നു. പിന്നെ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഒരു പങ്ക് കഴിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. റയാൻകുട്ടനും ഓടി ഓടി ഇടയ്ക്കിടയ്ക്ക് വരും. അതൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വന്നിട്ട് എനിക്ക് പോകാമെന്ന് വെച്ചാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇങ്ങനൊരു സ്ഥലവും കൂടെ അല്ലേ ഞങ്ങൾക്ക്. ഈ സാധനം ഇന്ന് വന്നോ? ഇന്നലെ ഓർഡർ ചെയ്തില്ലേ? മറ്റേ ആ പാഡ് പോലത്തെ ഒരു സാധനം വന്നോ? അത് ഇങ്ങനെ കീ പാഡ്, മൗസ് പാഡോ വന്നോ? ഓ അത് ശരി. ഹങ്കു ട്യൂഷന് പോയേട്ടാ. ഞാൻ പിന്നെ ചായ ഇട്ട് നമ്മുടെ ഫ്രൂട്ട് കേക്ക് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഹരീഷ് എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട് കൊടുക്കാവിലുള്ള, നല്ലതാണ് ഇവരുടെ. നമ്മുടെ നാട്ടിലെ കേക്കിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ അത് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറാച്ചി ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദി ബിസ്ക്കറ്റാണ് കേട്ടോ. അതും ഇവിടെ കിട്ടും കേട്ടോ. അത് നല്ല കച്ചവടമാണ് ഇവിടെ. അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിക്കാമെന്ന് വെച്ചെടുത്ത് വെച്ചു. നല്ല മധുരമായതിന്.
നമ്മുടെ നാട്ടിൽ നാൻകട്ട എന്നൊക്കെ പറഞ്ഞ് കിട്ടത്തില്ലേ ഒരു കുക്കീസ്, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇവിടുത്തെ കുക്കീസിന് വേറെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇത് ശരിക്കും എനിക്ക് നമ്മുടെ നാട്ടിലെ നാൻകട്ട് പോലെ തന്നെയുണ്ടോ. അതുകൊണ്ടായിരിക്കും ഇവിടെ ഉള്ളവർ കൂടുതലും കഴിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ബിസ്ക്കറ്റൊക്കെ ഇവിടെ ഒത്തിരി അവൈലബിൾ ആണ്. പക്ഷെ ഇത് കൂടുതൽ കച്ചവടമുള്ളൊരു ബിസ്ക്കറ്റാണ്. തലേദിവസം രാവിലെ ഞാൻ ഹർഷയുടെ നടക്കാൻ ഇറങ്ങിയതായത് കേട്ടോ. ഈ സമയത്ത് പുള്ളിക്കാർക്ക് റീൽസൊക്കെ എടുത്തു കൊടുക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി. ഉദയത്തിന് ശേഷമുള്ള നമ്മുടെ നടത്തം. രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ നടക്കാൻ ഇറങ്ങാമായിരുന്നേ. അപ്പം പുറത്തെ പരിസരമൊക്കെ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനത് ഉൾപ്പെടുത്തുക. ഞങ്ങൾ നേരെ പോയത് നമ്മുടെ താമരക്കുളത്തിലോട്ടാട്ടോ. റീൽസൊക്കെ ഇവിടെ നന്നായിട്ട് കിട്ടുമല്ലോ. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ബട്ടർഫ്ലൈ പാർക്ക്. എടുക്കാമല്ലോ, കേറിക്കോ കേറിക്കോ, അത് കുഴപ്പമില്ല. ഇത് ശരിക്കും നമ്മുടെ ഗ്രൗണ്ടിന് മുകളിലോട്ടാണ്. ഗ്രൗണ്ടിന് താഴെ ഇറങ്ങി ഞാൻ ഹർഷയുടെ വീട്ടില്ല, അതിൻ്റെ ബാക്കിലോട്ട് ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അത് ഞാൻ പിന്നെ ഉൾപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈസ്. ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു കാടാട്ടോ. പിന്നെ ഒരു റിസർവോയർ ഉണ്ട്. അങ്ങോട്ട് ഞങ്ങൾ പോയില്ല, അവിടെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായുണ്ട്. പക്ഷേ ഞാൻ ഫോറസ്റ്റ് ഏരിയ വേറൊരു വ്ലോഗിൽ ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണേ അത്. ഇതൊക്കെ നമ്മുടെ ഗ്രൗണ്ടിന് മുകളിൽ നടക്കാനുള്ള ഏരിയ കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് താഴെ ഇറങ്ങി നമ്മുടെ നന്ദിയാർ വട്ടത്തിൻ്റെ തോട്ടങ്ങളാണ് ഇങ്ങോട്ടൊക്കെ. നല്ല ഭംഗിയുള്ള പൂവല്ലേ. അപ്പോൾ ഹർഷേനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നത്. അത് നമുക്ക് അങ്ങനെ വരുന്നവർക്ക് അത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. നമ്മൾക്ക് ആരും ചുറ്റും മലയാളീസ് ഒന്നും കാണാതെ ഇങ്ങനെ ഇരുന്ന് ആരെങ്കിലും വന്നിട്ട് പോകും. ഒത്തിരി സങ്കടമാണ്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.